സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 17, 11 മുതലുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയയ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവിനാല് ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, രോഗങ്ങള് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ രോഗങ്ങൾ കൂടിക്കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണ്. രോഗമെന്ന് നമ്മൾ പറയുമ്പോൾ ശാരീരിക രോഗങ്ങൾ മാത്രമല്ല, ഇന്ന് മാധ്യമങ്ങൾ കൂടെയൊക്കെ നമ്മൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ അപകടങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനത്ത് സ്നേഹിക്കേണ്ട അപ്പൻ മകളെ വെടിവെച്ച സംഭവങ്ങൾ, അതുപോലെ എത്രയെത്ര ഭീകരമായ സംഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും പത്രത്തിലൂടെയൊക്കെ കാണുക. കഴിഞ്ഞ ദിവസം ഒരമ്മ പറയുകയാണ്, എനിക്ക് TV അണച്ചു, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ എന്തിനാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, TV ചികിത്സിച്ചാൽ മാറുന്നതാണല്ലോ, പിന്നെ എന്തിനാ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അപ്പോൾ എൻ്റെ മകൾക്കൊക്കെ ജോലിയുണ്ട്. അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, അമ്മ ഈ കുരിച്ചുകൊണ്ട് കിടക്കാതെ ചത്തുപോയാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതാണെന്ന് പറഞ്ഞു. എൻ്റെ അച്ചു, ഇപ്പം എനിക്ക് മരുന്ന് കഴിക്കാനും തോന്നുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ എൻ്റെ മകളെ എത്ര കാര്യമായിട്ടാണ് വളർത്തിയെന്ന് അച്ഛനറിയാവോ? അവൾക്ക് ജോലിയുണ്ട്, നല്ല ഭർത്താവുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ചുമച്ചും കുറച്ചും കിടക്കുമ്പം ഞാൻ ഈ വീട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ ചുമ കേൾക്കുമ്പോൾ അവൾക്ക് ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് അമ്മയൊന്ന് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് വളരെ സുഖമാണ് എന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുതൽ എനിക്കിപ്പോൾ ഒട്ടും ഉറക്കമില്ലെന്നായി എന്നാണ് അമ്മ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ. സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് ഈ വചനം വായിച്ചപ്പോൾ ഈ കുഷ്ഠരോഗമെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ചിലർ കണ്ടിട്ടുണ്ടാകും, കയ്യും കാലും കണ്ണുമൊക്കെ നഷ്ടപ്പെട്ടവർ ഇന്ന് വളരെ കുറവാണ്. പക്ഷേ ഈ വിധത്തിൽ അറിവും സംസ്കാരവും ബുദ്ധിയുമൊക്കെ ഉള്ള മനുഷ്യർ
കുഷ്ഠരോഗികളെക്കാൾ വലിയ കുഷ്ഠരോഗികളാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. 10 പേര് രോഗാവസ്ഥയിൽ ഒരുപോലെയായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അവർ ഒരുപോലെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം തമ്പുരാൻ കേട്ടു. എല്ലാവർക്കും രോഗസൗഖ്യമൊക്കെ കൊടുത്തു. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് കാണിച്ച് ശരിക്ക് വെള്ളമൊക്കെ തളിച്ച് രക്തബലിയൊക്കെ അർപ്പിച്ച് രക്തം കൊണ്ട് നിങ്ങളെയൊക്കെ കഴുകി ശുദ്ധിയാക്കി നിങ്ങൾ വീട്ടിലേക്ക് പൊക്കൂ. എല്ലാവരും പോയി. കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവർക്കും സൗഖ്യം കിട്ടിയെന്ന് അറിഞ്ഞു. ഒരാൾ മാത്രം നമുക്കറിയാം തിരിച്ചു വന്നൊരു സംഭവം ഉണ്ടായി. അവർ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് വീട്ടിലേക്ക് ചെന്നത്. നമുക്കറിയാം, എനിക്ക് രോഗം മാറി എന്ന് കാണുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ വലിയ കാര്യമായിട്ട് വന്ന് സ്വീകരിച്ച് ഞാൻ എത്രമാത്രം എൻ്റെ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടതാ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ എന്നെ വലിയ കാര്യമായിട്ട് കരുതും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പൊന്നുപോലെ എന്നെ സ്വീകരിക്കുമെന്നൊക്കെ കരുതിയാ പാവപ്പെട്ട മനുഷ്യർ ആ പുരോഹിതൻ്റെ എഴുത്തുമൊക്കെ മേടിച്ച് വീട്ടിലേക്ക് ചെന്നത്. ചില വീട്ടിൽ ചെന്നപ്പം ഭാര്യമാർ ഈ കെട്ടിയവൻ പോയിട്ട് 5-10 കൊല്ലമായി, ഇനി അദ്ദേഹം അവിടെ കുഷ്ഠരോഗിയായിട്ട് കിടന്ന് മരിക്കുകയുള്ളൂ, അതുകൊണ്ട് നമുക്ക് വേറെ വല്ല കല്യാണം കഴിച്ച് ജീവിച്ചേക്കാമെന്ന് വിചാരിച്ച് 1-2 പേരിങ്ങനെ കല്യാണം കഴിച്ചു പോയി കാണും. വേറെ ചിലർ വേറെ പല പരിപാടിയും നടത്തി, ഇത് ഞാനിപ്പോഴാണ് കയറാൻ വന്നത്, ഇനി പിള്ളേർക്ക് കല്യാണം നടക്കേണ്ടതാ, ഈ കുഷ്ഠരോഗിയായ ഒരുത്തൻ മാറിയെന്നും പറഞ്ഞു വന്നാലും ഇനി എൻ്റെ മക്കളെ ഇനി കെട്ടിക്കാൻ പറ്റും, ഇദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്, എല്ലാവരും കുറ്റം പറയുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ ഇവരെല്ലാം അസ്വസ്ഥരായി. പ്രിയപ്പെട്ടവരെ, ഈ 9 പേര് വലിയ സ്വപ്നങ്ങളുമായിട്ട് മാനുഷിക സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട്ടുകാരുടെ പലതരത്തിലുള്ള അവരുടെ സ്വീകരണക്കുറവ് അവരെ വീണ്ടും വീണ്ടും രോഗികളാക്കി മാറ്റി. എന്നാൽ ഈ തിരിച്ചു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയ മനുഷ്യൻ, അവന് കർത്താവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, എനിക്ക് സൗഖ്യം കിട്ടി. അവന് യേശുവിൻ്റെ ആ വലിയ സന്തോഷം അനുഭവിച്ചു. എന്നിട്ട് അവന് യേശുവിനെയും കൊണ്ട് എല്ലായിടത്തും പോകുക. പ്രിയപ്പെട്ടവർ, അവൻ വളരെയേറെ സന്തോഷിച്ചു. അവൻ്റെ ജീവിതത്തിൽ അവന് എത്ര വലിയ സന്തോഷമാണ് അനുഭവിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യേശു ഇല്ലാതെ നമുക്ക് ഭൗതികമായ സമ്പത്തും ഒക്കെ എത്ര കിട്ടിയാലും ചിലപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കടബാധ്യത മാറ്റിത്തരണേ, കർത്താവ് മാറ്റിത്തന്നു. എൻ്റെ രോഗം മാറ്റിത്തരണേ, കർത്താവ് മാറ്റിത്തന്നു. മകളുടെ കല്യാണം നടത്തണേ, കർത്താവ് കല്യാണം നടത്തി തന്നു. എല്ലാ അനുഗ്രഹങ്ങളും ചോദിച്ചതെല്ലാം കിട്ടിയാലും നമ്മളാരും സ്വസ്ഥരാകണമെന്നില്ല. ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരുവൻ എൻ്റെ കർത്താവാണ്, അവൻ മാത്രം എന്നെ തള്ളിക്കളയല. ഈ ഒരു അവബോധത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒപ്പം നമ്മളും വളർന്നു വന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ തകർന്നു പോകും. എഫാത്ത പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെയൊക്കെ ദൈവം ഭൗതികമായ ഒത്തിരി അനുഗ്രഹം ഒത്തിരി ആളുകൾക്ക് നൽകി. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തിരക്ക് കൂടും. നമുക്ക് ഭൗതികമായ പലതിൻ്റെയും പിന്നാലെ കൂടുതൽ ഓടാനുള്ള വ്യഗ്രത നമ്മളെ അലട്ടിയെന്നിരിക്കും. പക്ഷേ ഏറ്റവും വലിയ നിധി എന്താണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന തമ്പുരാന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അവനെ നിരന്തരം ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എല്ലാവരും ശത്രുക്കളായി മാറാം. ചുമയ്ക്കുന്ന അമ്മ മകൾക്ക് ശത്രുവായി, അമ്മയൊന്ന് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ സുഖമായിട്ട് ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന മകളും, ഈ തരത്തിൽ ഓരോ
ചെറിയ പ്രതിസന്ധികളിൽ മറ്റേയാൾ എനിക്ക് സഹായിയല്ല, അവൻ്റെ സാന്നിധ്യം എനിക്ക് ശല്യമാണ് എന്ന് കരുതി സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റേയാളെ തേടി പോകുന്ന ഭർത്താവ്, ഇങ്ങനെ ഓരോ തരത്തിൽ നമുക്കറിയാം. ഈ ലോകത്തെ തമ്പുരാൻ തരുന്നതല്ലാതെ ബാക്കിയെല്ലാം ശരിയല്ല. കർത്താവിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പം അവിടുന്ന് തരുന്നത്, അവിടുന്ന് പറഞ്ഞു, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും ഒക്കെ അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും. അതുകൊണ്ട് നമ്മൾ തമ്പുരാന്റെ ആ കൃപയിൽ കൂടുതൽ കൂടുതൽ വളരാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ യേശു എൻ്റെ കൂടെയുണ്ട്, ഞാൻ അവൻ്റെ കൂടെയാണ് എപ്പോഴും നടക്കുന്നത്. സ്നേഹിക്കുന്ന ആളുമായിട്ട് എന്നും നമുക്കൊരു ബന്ധം, ഇഴപിരിയാത്തൊരു ബന്ധം ഉണ്ടാകണം. അതുകൊണ്ടാണ് അനുദിന പ്രാർത്ഥനകള്, ദിവ്യബലിയിലുള്ള നിരന്തരമായ പങ്കാളിത്തം, യേശുക്രിസ്തുവുമായിട്ട് നമ്മൾ ആ വലിയൊരു ഗാഢബന്ധം ഓരോ ദിവസവും ഊട്ടി ഉറപ്പിച്ചില്ലെങ്കിൽ ജീവിതത്തില് കുഞ്ഞു പ്രതിസന്ധി വരുമ്പം നമ്മളൊക്കെ തളർന്നു പോകും. അതുകൊണ്ട് ഓരോ ദിവസവും യേശുക്രിസ്തുവുമായിട്ട് കൂടുതൽ കൂടുതൽ വലിയൊരു ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇട നൽകട്ടെ. ആ കുഷ്ഠരോഗി, വിജാതീയനായ കുഷ്ഠരോഗി എന്ന് പറഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ എന്ന് യേശുവിൻ്റെ മനസ്സിൽ പോലും ഒരു സങ്കടം തോന്നിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷകളിലും ഒക്കെ ദൈവം നമുക്ക് ഓരോ ദിവസവും തരുന്ന നന്മകൾ, നമുക്ക് ശരിക്ക് കാഴ്ചയുണ്ടാകുമ്പോൾ, നമുക്കൊരു ദിവസം നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സ്വസ്ഥമായി ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ ദിവസം എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ദിവസം എൻ്റെ ചെവികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ശരീരത്തിൽ എനിക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ശരീരത്തിൽ എനിക്ക് ശരീരത്തിലെ ഓരോ അവയവങ്ങളും ശരിക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ നമ്മുടെ മിടുക്കുകൊണ്ടൊന്നുമല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറയണം. നമുക്കൊരു ഭക്ഷണം രുചികരമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതും ദൈവത്തിൻ്റെ കൃപയാണ് പ്രിയപ്പെട്ടവർ. അങ്ങനെ കൂടുതൽ കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതമായിട്ട് നമ്മുടെയൊക്കെ ജീവിതം മാറട്ടെ. ഈ ഈസ്റ്റർ ആഘോഷിച്ച അടുത്ത ദിനങ്ങളിൽ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ദൈവജനമായി തീരുവാൻ എഫാത്ത നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ആ തുറക്കുന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് തുറന്ന മനസ്സ്, എപ്പോഴും അവൻ്റെ സ്നേഹം അനുഭവിക്കുന്ന മനസ്സ് നമുക്കൊക്കെ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും പാപബന്ധനങ്ങളിലൂടെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വഴികൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീട്ടിലുള്ളവരോ കൂട്ടുകാരോ നാട്ടുകാരോ ഇടവകയിലോ വൈദികരോ ആര് തന്നെ ആയിക്കോട്ടെ, എൻ്റെ ഉള്ളിൽ ചെറിയ തോതിലെങ്കിലും നീരസത്തിൻ്റെതായ സാത്താൻ്റെ വിത്തുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അവയെല്ലാം നമുക്ക് അവിടുത്തെ തിരക്തത്താൽ കഴുകാം.